2 പതിറ്റാണ്ടായി സേവനമനുഷ്ഠിച്ച നഗരസഭാ ഓഫീസിലേക്ക് ജീനയുടെ ചേതനയറ്റ ശരീരമെത്തിച്ചപ്പോൾ ദുഃഖം സഹിക്കാനാകാതെ വിതുമ്പി വിങ്ങിപ്പൊട്ടുകയായിരുന്നു സഹപ്രവർത്തകരും സുഹൃത്തുക്കളും. പുനലൂർ നഗരസഭയിലെ കമ്പ്യൂട്ടർ വിഭാഗം താൽക്കാലിക ജീവനക്കാരിയായിരുന്നു 46-കാരിയായ ജീന ഡേവിഡ്. ക്യാൻസർ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ജീനയുടെ മരണം സംഭവിച്ചത്. നഗരസഭാ ജീവനക്കാർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പരിശീലനവും നൽകുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച ഇൻഫർമേഷൻ കേരള മിഷൻ പദ്ധതി പ്രകാരമാണ് ജീന നഗരസഭയിൽ താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചത്. സഹപ്രവർത്തകരോടും ജനപ്രതിനിധികളോടും സേവനദാതാക്കളായ പൊതുജനങ്ങളോടും സൗമ്യമായി സംസാരിച്ചാണ് ജീന ഏവർക്കും പ്രിയങ്കരിയായത്. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് ജീനയുടെ മൃതദേഹം പുനലൂർ നഗരസഭയിൽ പൊതുദർശനത്തിനായി എത്തിച്ചത്. ഏറ്റവും പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ജീന നമ്മുടെ ഓഫീസിന്റെ വലിയ ഭാഗമായി സുനിശ്ചിതമായ മരണമെന്ന യാഥാർത്ഥ്യം പ്രിയമകളെ ഈ ലോകത്തിൽ നിന്ന് പ്രിയം വച്ചിരിക്കുന്ന താൻ വിശ്വസിച്ചതായ ദൈവതിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലായിരിക്കുന്നു. നമ്മളൊപ്പം സജീവതയിൽ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള സജീവത എന്നുള്ളത് ഓർമ്മകളാണ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് കാണുവാനും ഉപചാരങ്ങൾ അർപ്പിപ്പാനത്തക്കവണ്ണം ഒരു സമയം ഇപ്പോൾ വേർതിരിക്കപ്പെടുകയാണല്ലോ. താൻ ജോലി ചെയ്ത സ്ഥലത്ത്, താൻ സംഭാഷണങ്ങൾ നടത്തിയ ഇടത്ത്, തന്റെ കർമ്മ മേഖലയിൽ തന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇന്ന് ഇവിടേക്ക് അവസാന യാത്രയ്ക്കൊരുങ്ങി കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷക്കാലം ഞങ്ങളുടെ നവോത്സവയുടെ ഒരു പഞ്ചഘടകമായി നിന്നുകൊണ്ട് കൗൺസിലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും പങ്കാളിയായിരുന്നു ജീന. നഗരസഭയിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ കൗൺസിലേഴ്സിനും ഏറെ പ്രിയങ്കരിയായിട്ടുള്ള
എന്ന് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ അറിയുന്നത് ഈ അവസാന കാലഘട്ടത്തിലാണ്. ഇങ്ങനൊരു അസുഖം ജീനയ്ക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നടുവേദനയും തലവേദനയും ഒക്കെ ഉണ്ടെന്ന് പറയും, കാലിന് വേദന ഉണ്ടെന്ന് പറയും. പക്ഷെ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഉള്ളതായി നമുക്ക് അറിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ജീനയെ സംബന്ധിച്ച് ജീനയുടെ വേർപാട് നമ്മുടെ നഗരസഭയ്ക്ക് നികത്താനാവാത്തതാണ്. എപ്പോഴും കഴിഞ്ഞു കിടക്കുന്ന സീറ്റ് നമുക്കൊരു വേദനയായി അവശേഷിക്കുകയാണ്. അതിന്റെ ആത്മാവിനെ ഉദ്ദേശിക്കുകയാണ്. കൊല്ലൂർ നഗരസഭയെ സംബന്ധിച്ച് ഞാൻ ഈ നഗരസഭയിൽ വരുന്ന കാലം മുതൽ ഭയങ്കരമായിട്ടുള്ള ജീന ഇവിടെ മേളിലെ കമ്പ്യൂട്ടർ സെക്ഷനിലിരിക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ തന്മയത്വത്തോടുകൂടി പെരുമാറുകയും അത് എല്ലാവരോടും, കൗൺസിലർമാരല്ല ജീവനക്കാരോടും അതുപോലെ വരുന്ന സാധാരണക്കാരോടുമൊക്കെ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ജീന നമ്മളെ വിട്ടിരിക്കുകയാണ്. എല്ലാവരോടൊപ്പം ഈ സങ്കടത്തിൽ, കുടുംബത്തിന്റെ സങ്കടത്തിലും അതുപോലെ കൊല്ലൂർ നഗരസഭയെ സംബന്ധിച്ച് വലിയൊരു മിടുക്കിയായിട്ടുള്ള ഒരു ജീവനക്കാരിയായിരുന്നു. ഏത് കാര്യങ്ങളും രാത്രി സമയങ്ങളിൽ പോലും വിളിച്ചു വരുത്തിയാൽ ഇവിടെ ഓടി വന്ന് നമ്മളോടൊപ്പം നിന്ന് കാര്യങ്ങൾ പങ്കാളികളായിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ഉപയോഗത്തിൽ നിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വളരെ സൗമ്യശീലയായിട്ടുള്ള, ആരോടും ഒരു ദേഷ്യമോ ഒന്നും ഈ 20 വർഷക്കാലം ജീനയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരോടും, കൗൺസിലർമാരാണേലും ജീവനക്കാരാണേലും എല്ലാവരോടും ചിരിച്ച് സന്തോഷം പങ്കിട്ട് പലപ്പോഴും പല യാത്രകളിലും കൗൺസിലർമാരുടെ കൂടെ ജീനയും വരുമായിരുന്നു. അപ്പോഴെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീന പ്രവർത്തിച്ചത്. അവസാന സമയമാണ്, അസുഖമാണ്, കയറി വരാൻ, സ്റ്റെയർ കയറാൻ പ്രയാസമാണെന്നൊക്കെ ജീന പറയുന്നു. പക്ഷെ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു അസുഖമാണ് ജീനയ്ക്കെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാന സമയത്താണ് നമുക്ക് അതറിയാൻ കഴിഞ്ഞത്. ജീനയുടെ വേർപാട് ഈ ഓഫീസിന് വലിയ നഷ്ടമാണ്. കാരണം ചെയർമാനോടൊപ്പം ഒരു ദിവസം ചെയർമാന്റെ ക്യാബിനിൽ ജീനയെ ഒരു 10 പ്രാവശ്യമെങ്കിലും പല കാര്യങ്ങൾക്കായിട്ട് ചെയർപേഴ്സൺ എന്ത് കാര്യം പറഞ്ഞാലും വളരെ സന്തോഷത്തോടുകൂടി ഒരു എതിർപ്പും പറയാതെയാണ് ജീന ഈ 20 വർഷക്കാലവും ഈ നഗരസഭയിൽ സേവനമനുഷ്ഠിച്ചത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചത് കുടുംബത്തിനും അതോടൊപ്പം ഓഫീസിനും. ഈ സമയത്താണ് സഹപ്രവർത്തകർ ഉൾപ്പെടെ വിങ്ങിപ്പൊട്ടിയത്. നഗരസഭാ അധ്യക്ഷ കെ പുഷ്പലത, ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, കൗൺസിലർമാർ, മുൻ കൗൺസിലർമാർ തുടങ്ങിയവർ അന്തിമ ഉപചാരം അർപ്പിച്ചു. ഇളമ്പൽ കടശ്ശേരി സന്തോഷ് വിഹാറിൽ തോമസ് പി കെയാണ് ജീനയുടെ ഭർത്താവ്. ആഷിഖ് പി തോമസ്, ഏഡൻ പി തോമസ് എന്നിവർ മക്കളാണ്. നഗരസഭയിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം ഉച്ചയോടെ കടശ്ശേരി മോർ ഗ്രിഗോറിയസ് ദേവാലയത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.